നിങ്ങൾക്കറിയാമോ, ഈ പാസ് ഓവർ വീക്കിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ ഓരോ ദിവസവും യേശു എന്താ ചെയ്തെന്ന് ബൈബിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെക്കുറിച്ച് ബൈബിൾ സൈലൻസ് ആണ്, നിശബ്ദത പാലിക്കുകയാണ്. അത് ബുധനാഴ്ചയെ കുറിച്ചാണ്. അത് ചില ആളുകളെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ മേരി കർത്താവിന്റെ കാല് കഴുകുന്നത് ആ ബുധനാഴ്ചയാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിന്റെ ഒരു കാരണമുണ്ട്. കാരണം മത്തായി ശ്ലീഹായുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ഒക്കെ വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 26 ആൻഡ് മാർക്ക് ചാപ്റ്റർ 14 ഐ തിങ്ക്, അപ്പം മർക്കോസ് 14 മത്തായി 24 വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വായിക്കുന്നത് ഈ ബുധനാഴ്ച കാല് കഴുകി എന്ന് തോന്നുന്ന വിധത്തിൽ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആ വാക്യം മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26 അധ്യായം 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നത് നിങ്ങൾ അറിയുന്നുവല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ വെള്ളിയാണ്, അതുകൊണ്ട് വ്യാഴം ബുധനാഴ്ചയാണ് യേശു ഇത് പറയുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ, അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യാഫ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിന് ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു. എങ്കിലും ജനത്തിൽ കലഹമുണ്ടാതിരിപ്പം പെരുന്നാളിലായിരുന്നു എന്ന് പറഞ്ഞു. യേശു ബെഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമളതൈലം നിറഞ്ഞ വെൺകൽവർണ്ണ എടുത്തും കൊണ്ട്, അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രോണോളജിക്കലി ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ്. ഇപ്പൊ യേശു പറയാണ് 2 ദിവസം കഴിയുമ്പോൾ പെസഹയാണ്. ആ ഭാഗം അവിടെ പറഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇത് സംഭവിച്ചു എന്ന് ചിന്തിക്കുക. അങ്ങനല്ല, ഓരോ സംഭവങ്ങൾ എഴുതി വരുമ്പോൾ അത് ആ ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്. അതാണ് ഈ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ സകലതും ആദ്യം മുതൽ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് അത് ക്രമമായിട്ട് എഴുതുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. ഇത് 2 സംഭവമാണ്. യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അവിടെയുണ്ട്, ഇവിടെ ഒരു സംഭവത്തിന്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. ഇത് തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷത്തിലും സംഭവിച്ചിരിക്കുന്നത്. കാരണം മർക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും സമവീക്ഷണ സുവിശേഷങ്ങളാണ്. സമവീക്ഷണ സുവിശേഷം സിനോപ്റ്റിക് ഗോസ്പൽസ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഒരു വലിപ്പം. നമുക്ക് മർക്കോസ് സുവിശേഷം നോക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഉത്സവമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. ജനത്തിൽ കലഹം ഉണ്ടാകാതിരിപ്പം ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. അവൻ ബെഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജടാമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് വായിക്കുമ്പോൾ ബുധനാഴ്ച നടന്നു എന്ന് തോന്നും. സത്യത്തിൽ ഇത് ബുധനാഴ്ച നടന്നതല്ല. ബുധനാഴ്ച എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി ബൈബിൾ പറയുന്നില്ല. അതിന്റെ കാരണം, ഇത് സംഭവിച്ചത് ഈ സമവീക്ഷണ സുവിശേഷത്തിൽ പെടാത്ത യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നമുക്ക് വായിക്കാം. അത് നോക്ക്, ഇത് ഇവിടെ നോക്ക്. കണ്ടോ? യോഹന്നാൻ 12:1. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. Then Jesus 6 days before the Passover came to Bethany where Lazarus was, which had been dead, whom he raised from the dead. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസർ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പൊ ഇത് സംഭവിക്കുന്ന 6 ദിവസം മുമ്പാണ്, ബുധനാഴ്ചയല്ല. ഇതാണ് ഒരു തെറ്റിദ്ധാരണ. അപ്പൊ യേശു ഓരോ ദിവസവും എന്ത് ചെയ്തു, എവിടെ പോയി എന്നുള്ളതിനെ പറ്റി ബൈബിൾ പറയുമ്പോൾ ബൈബിൾ തികച്ചും അർത്ഥഗർഭമായ ഒരു മൗനം പാലിക്കുന്നത് ബുധനാഴ്ചയെ കുറിച്ചായിരുന്നു. ആ ബുധനാഴ്ച യേശു എവിടെ പോയിരുന്നു? യഥാർത്ഥത്തിൽ ആ ബുധനാഴ്ച യേശു തന്റെ അമ്മയ്ക്ക് വേണ്ടി നീക്കിവെച്ചു.
തൻ്റെ അമ്മയോടൊപ്പം സമയം ചെലവഴിച്ചു. ഇറ്റ് വാസ് എ പ്രൈവറ്റ് ടൈം ബിറ്റ്വീൻ മദർ ആൻഡ് സൺ. ബുധനാഴ്ച. അതുകൊണ്ടാണ് സുറിയാനി സഭ ബുധനാഴ്ച മാതാവിന്റെ ദിവസമായി വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബുധനാഴ്ച സുറിയാനി സഭ മാതാവിന്റെ നാമത്തിൽ നോമ്പെടുക്കുന്നത്. ബുധനും വെള്ളിയും സുറിയാനി സഭയ്ക്ക് നോമ്പാണ്. എന്തുകൊണ്ടാണ്? വെള്ളിയാഴ്ച നമ്മുടെ കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട കുരിശു മരണത്തിന്റെ അനുസ്മരണമാണ്. വെള്ളിയാഴ്ചത്തെ നോമ്പ് സൺ, ബുധനാഴ്ചത്തെ നോമ്പ് മദർ. ബുധനാഴ്ചയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. ബുധൻ എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയുടെ കൃത്യ നടുക്കത്തെ ദിവസം. ബുധനല്ലേ? പുറകോട്ട് 3 ദിവസം, മുന്നോട്ട് 3 ദിവസം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, പിന്നെ വ്യാഴം, വെള്ളി, ശനി. അപ്പോൾ ഒരാഴ്ചയുടെ ഒത്ത സെൻട്രി, ഒരാഴ്ചയുടെ ഏറ്റവും മധ്യഭാഗം മാതാവിന്റെ ദിവസമായിട്ട് നമ്മൾ വെച്ചിരിക്കുക. അപ്പൊ ആ ബുധനാഴ്ചയാണ് യേശു അമ്മയുമായി പ്രൈവറ്റായിട്ട് സമയം സ്പെൻഡ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ 7 യാമപ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ചനമസ്കാരത്തിനാണ് മാതാവിന്റെ പ്രാർത്ഥനകൾ കൂടുതലായിട്ട് ചൊല്ലുന്നത്. അതും കൃത്യം നടുക്കാണ്. അതുപോലെ തന്നെ ഈ സെൻട്രൽ പോയിന്റിൽ കൊണ്ട് ഇപ്പൊ മാതാവിന്റെ പെരുന്നാളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സുറിയാനി സഭയുടെ ഇപ്പം ജനുവരി 15 മാതാവിന്റെ പെരുന്നാളുണ്ട്, മെയ് 15 മാതാവിന്റെ പെരുന്നാളുണ്ട്, ഓഗസ്റ്റ് 15 എല്ലാ മാസത്തിന്റെ കൃത്യം നടുക്കാണ് 15 കൊണ്ട് ഈ പെരുന്നാൾ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാതാവിന്റെ ആ സെൻട്രാലിറ്റി ഓഫ് മേരി ഇൻ സിറിയക് വാക്ക്, അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മാതാവിന്റെ ഒരു കേന്ദ്രസ്ഥാനം സുറിയാനി സഭയുടെ സഭാജീവിതത്തിൽ, സെൻട്രാലിറ്റി ഓഫ് മേരി ഇൻ ദ എക്ലീസിയാസ്റ്റിക്കൽ ലൈഫ് ഓഫ് എ സിറിയൻ ക്രിസ്ത്യൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഈ ബുധനാഴ്ച വന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, കൃത്യം ഒത്ത നടുക്ക്. അപ്പൊ മാതാവ് ബൈ പ്രൊഫഷൻ ഷീ വാസ് എ ടൈലർ. ടൈലർ എന്ന് പറയാൻ പറ്റില്ല, ഈ ഇന്നത്തെ രീതി ടൈലർ എന്ന് പറഞ്ഞാൽ തയ്ക്കുക എന്നുള്ളത്, അത് തുന്നലാണ്, വസ്ത്രങ്ങൾ തുന്നുന്ന. അപ്പം തൻ്റെ പുത്രന് വേണ്ടി ദീർഘനാളുകൾ എടുത്ത് അധ്വാനിച്ച്, വളരെ വളരെ അധ്വാനിച്ച്, വളരെ ശ്രമകരമായി, വളരെ മനോഹരമായി അടി മുതൽ മുടി വരെ കൂട്ടിച്ചേർക്കലില്ലാതെ തുന്നിയ ഒരു കുപ്പായവുമായിട്ടാണ് ഈ ബുധനാഴ്ച അമ്മ മകനെ കാണുന്നത്. ബുധനാഴ്ച അഭിമാനപൂർവ്വം തൻ്റെ മകന് അമ്മ ആ കുപ്പായം കൊടുത്തു. മകൻ എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. 33 വർഷങ്ങൾക്ക് മുമ്പ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിന്റെ വിശദീകരണവും അതിന്റെ ഒരു വിപുലീകരണവും ഒക്കെ ആയിരിക്കാം മകൻ പറഞ്ഞത്. എന്ത് സംഭവിക്കും? പിന്നെ ദൈവാലയത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ചെല്ലുമ്പോൾ ശിമിയോൻ എന്ന് പറയുന്ന പ്രവാചകൻ നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടന്നു പോകും എന്ന് പറഞ്ഞിരുന്നു. അതെന്താണ്? ബുധനാഴ്ച ഈ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും തന്റെ അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വാളിനെ കുറിച്ച് മകൻ പറഞ്ഞു കാണും. 33 വർഷം മുമ്പ് ദൂതൻ പറഞ്ഞ ഇതാണ്. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും, അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാതെ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ അവിടെ ഒരു വാക്യം താഴോട്ട് വരുമ്പോൾ ലൂക്കോസ് എഴുതുന്നുണ്ട്, മറിയ ഇതൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 33 വർഷം, 33 വർഷത്തിന് ഇപ്പുറത്ത് ഈ ബുധനാഴ്ച 33 വർഷങ്ങൾക്ക് മുമ്പ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മകനുമായി സംസാരിച്ച് പിരിയുമ്പോ താൻ തുന്നിയ ആ നിലയെങ്കിൽ മകന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച അവനെ കാണുവീൻ, അവന്റെ അമ്മ അവനെ അണിയിച്ച അങ്കിയോടുകൂടെ. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്, ശലോമോൻ രാജാവിനെ കാണുവീൻ, അവന്റെ അമ്മ അവനെ അണിയിച്ച കിരീടത്തോടുകൂടെ. അവന്റെ കല്യാണ ദിവസം, ശലോമോന്റെ കല്യാണ ദിവസമാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നോക്ക്, ശലോമോനേക്കാൾ വലിയവൻ കുരിശിൽ തൂക്കപ്പെട്ടു.
ശലോമോന്റെ ജീവിതത്തിൽ മനോഹരമായ സുഗന്ധത്തിന്റെ പുകത്തൂൺ, മൂറും കുന്തിരിക്കവും പുകയായിട്ട് ഉയരുമ്പോൾ, സുന്ദരികളായ തരണീമണികൾ പ്രേമഗീതം പാടുമ്പോൾ, അവന്റെ അവദാനങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുമ്പോൾ, അവൻ രത്നഖചിതമായ സുവർണ ശൈലിയിൽ ശയിക്കുമ്പോൾ, അവന്റെ അമ്മ അണിയിച്ച കിരീടത്തോടുകൂടെ അവർ അവനെ കാണുമ്പോൾ, ഇവിടെ ഇതാ ഇവന്റെ അമ്മ അണിയിച്ച അങ്കി ഊരി വെച്ചിരിക്കുന്നു. അവനെ നഗ്നം കുരിശിൽ തൂക്കിയിരിക്കുന്നു. നഗ്നനായി അവൻ കുരിശിൽ. ശലോമോന്റെ കല്യാണ ദിവസത്തിൽ അവർ അവനെ കാണുന്നു. നമ്മൾ കർത്താവിനെ കുരിശിൽ കാണുന്നു. യേശു പറയുന്നു, ഇതാ ശലോമോനിലും വലിയവൻ. ശലോമോൻ പറയുന്നു, ഈ വിരുന്ന് വീടിനേക്കാൾ ആ വിലാപ ഭവനമാണ് നല്ലത്. ദാറ്റ് ഈസ് ബെറ്റർ, ദാറ്റ് ഈസ് ഗ്രേറ്റർ. ബെറ്റർ ഹൗസ് ഈസ് ദ ഹൗസ് ഓഫ് മോർണിംഗ്, ദ ഹൗസ് ഓഫ് ജീസസ്. ദാവീദിന്റെ കൂടാരം വീണുപോയി, 60 തൂണുകളിൽ സ്ഥാപിക്കപ്പെട്ട. ശലോമോന്റെ രാജ്യം അസ്തമിച്ചു പോയി, 60 വീരന്മാർ ചുറ്റും കാവൽ നിന്ന രാജ്യം. ഒരൊറ്റ തൂണിൽ ഒരു സിംഹാസനം ഉയരുന്നു. അതുകൊണ്ടാണ് ഗോകുൽത്തായിൽ ഉയർത്തപ്പെട്ട ഈ കുരിശിനെ ഒരു സിംഹാസനം എന്ന് പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത്. അതൊരു സിംഹാസനമാണ്, ത്രോണോസ് ആണ്. ആ ത്രോണോസിൽ, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് രാജാവാണ്. പീലാത്തോസ് എഴുതി വെച്ചു, യഹൂദന്മാരുടെ രാജാവ്. The title was given to him.